വെച്ച് പറയാനുള്ളത്, എനിക്കതിൽ കയറിയിട്ട് അറിയണം ഇതെന്താണ് സംഭവം. ഇപ്പോഴത്തെ എക്കോ സൗണ്ട് വരെ നമുക്ക് അതിൽ കൈകാര്യം ചെയ്യുന്ന രീതി വരെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ പേര് വീടുന്നാണ്. ഞാനിപ്പം കടലിൽ പോകുന്നത് ഇപ്പോൾ 58 കൊല്ലം കഴിഞ്ഞ് 59ാമത്തെ കൊല്ലം. 71 വയസ്സ് ഇപ്പം 2 മാസം 1.5 മാസം കൂടെ കഴിഞ്ഞാൽ 71 വയസ്സ് കഴിഞ്ഞു. ഒരു 4ാം ക്ലാസ് വരെ പഠിച്ച് 12ാം വയസ്സിൽ കടലിൽ 12 ആയിട്ടില്ല. അപ്പം തന്നെ അന്നത്തെ സാഹചര്യം അതാണ്. പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിപ്പിക്കണമെങ്കിൽ 3 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അന്നായിരുന്നു റോഡൊന്നുമില്ല. അങ്ങനെ സാഹചര്യം അനുസരിച്ച് പട്ടിണീൻ്റെ കാലഘട്ടം. കടലിൽ പണിക്കാർ അന്നൊന്നും അരപ്പട്ടിണി എന്ന് പറയുന്നില്ല. അന്നത്തെ ഭക്ഷണം കഴിച്ചാൽ ആ തൃപ്തിയോടെ കഴിച്ച് പിറ്റേന്ന് അത് കിട്ടുമെന്നുള്ളൊരാഗ്രഹം ഇല്ല. ഇന്നതല്ല. അപ്പോൾ അന്നും ഈ അരപ്പട്ടിണി എന്നുള്ള കാലഘട്ടത്തിൽ അതിലെല്ലാം നമ്മളെ നാടൻ ഭാഷ നേട്ടം. ഇത് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെയുള്ള ജീവിത കാലഘട്ടത്തിൽ അന്ന് 11-12 വയസ്സിൻ്റെ ഇടയിൽ കടലിൽ പോകും ജീവിക്കണ്ടേ. എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള നമ്മളെ അച്ഛൻ്റെ കൂട്ടത്തിലെല്ലാം ഞാൻ ഒരുപാട് കടൽ പണിയെടുത്താണ്. അപ്പം പ്രായമുള്ള കൂട്ടത്തിലും ചെറിയ മക്കളുടെ കൂട്ടത്തിലും ഇന്നും പണിക്ക് പോകുന്നു. നമ്മളെ സ്വഭാവവും നമ്മളെ പണിൻ്റെ രീതികളും അറിഞ്ഞുകൂടാത്തത് നമ്മൾ അന്നേരം തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് അതൊരു സന്തോഷമാണ്. കടൽ പണിയുടെ ഒരുപാട് രീതികൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അന്ന് ഇന്നും 38-39 കൊല്ലം ഞാൻ ഒറ്റക്ക് വന്നു. 39ാമത്തെ കൊല്ലം. 39ാമത്തെ കൊല്ലത്തിൽ 3 മരത്തിൻ്റെ തോണി. അന്ന് മരത്തിൻ്റെ തോണിയാണ് ഒറ്റയ്ക്ക് തുറന്നു വന്നു. ഇതിന് ശേഷം 2. ഇപ്പം മരത്തിൻ്റെ തോണിയെല്ലാം ഞാൻ ഒഴിവാക്കി. ഓരോന്നോരോന്ന് എടുക്കും തോറും പഴയ മരത്തിൻ്റെ തോണി പഴയതാകുമ്പോൾ വേഗം വിറ്റ് ഒഴിവാക്കിയത്. കാലാവസ്ഥയെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളിപ്പം പെട്ടെന്ന് നമ്മളിന്ന് പണിക്ക് പോകുന്നു. ഇപ്പം ഞാൻ തന്നെ പണിക്ക് പോകുന്നതിനും പടിഞ്ഞാറ് വന്ന് നിന്ന്. പടിഞ്ഞാറ് പറഞ്ഞാൽ കടപ്പുറം. അങ്ങനെ പടിഞ്ഞാറെന്നാണ് പറയുക. കടപ്പുറം തോണിൻ്റെ എടുത്ത് പടിഞ്ഞാറ് വന്ന് അതെല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്നു നിങ്ങൾ. അപ്പോൾ തോണിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ നോക്കും. രാത്രി ആയാലും പകലായാലും നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ് കൊണ്ട് വെച്ചിട്ട് ഒരു വള്ള് കാറ് കൊണ്ട് വെക്കാറുണ്ട്. കാറ് മൂടിക്കെട്ടലുണ്ട്. മഴക്കാറ് 4 പുറത്തും ഈ വടക്കും കിഴക്കും പടിഞ്ഞാറും തെക്കുമായിട്ട് ഇങ്ങനെ മൂടിക്കെട്ടിയാൽ അതിന് കോള് വരുത്തി കുറവാണ്. അതിന് കാറ്റും മഴയും വരുത്തി കുറവാണ്. മഴ വരും, കാറ്റ് വരുത്തി കുറവാണ്. തിരിച്ച് നമ്മൾ പണിക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വള്ള് എന്ന് പറഞ്ഞാൽ കുറച്ച് കാർ, ഒരു നമ്മളെ കണക്കാണ്ട് ഒരു 3-4 മീറ്റർ നീളത്തിലുള്ള ഒരു കണ്ടം കാർ കൊണ്ട് വെച്ചിട്ട് അതിന് ഒരു വെള്ള നിറത്തിലുള്ള ഒരു കോയിൽ ഇങ്ങനെ കാല്. അപ്പം പറഞ്ഞാൽ ഇതിന് കാറ്റ് വരുന്നു. അപ്പോൾ ഇതിന് കാറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാലാവസ്ഥ മാറ്റുമ്പോൾ ഒരു കാറ്റ് വരും. കടൽ വേഗം അറിയും. ഒരു മഴയില്ലാത്ത സ്ഥലമല്ലേ കടൽ. അപ്പം കാറ്റ് വരുമ്പോൾ നമുക്ക് ആ കാറ്റ് വരുന്നു എന്നുള്ളൊരു സൂചന നമ്മളിൽ എല്ലാവർക്കും മനസ്സിലാവും. ആറുണ്ടാത്തിലേക്ക് പറയടാ പണിക്ക് പോകുന്നതിന് നോക്കണം. വെച്ച കാറെന്നാ പറയാ. കാറ്റ് വരും കണ്ട് ശ്രദ്ധിച്ച് പോയിക്കോളാം. അവിടെ അറിയുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ലതെന്ന് പറഞ്ഞാൽ കടൽ ക്ഷോഭം വരുമ്പോൾ അതിൻ്റെ പിറ്റേന്നുള്ള അടയാളം നമ്മളിപ്പം പടിഞ്ഞാറുണ്ട്. അത് നമ്മളെ അച്ഛൻ്റെ പ്രായമുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കിയതിനെ കൊണ്ടാണ് നമ്മൾ കൈകാര്യം എല്ലാം അവരെ അറിവ് തന്നെയാണ്. വേറെ നമ്മൾ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയല്ല. എല്ലാം അവരെ പൂർവികരുള്ള യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളുടെ പൂർവ്വ മത്സ്യത്തൊഴിലാളികളുടെ അറിവാണ്. അപ്പോൾ കടലിൻ്റെ അരിയത്ത് പോയാൽ മണ്ണിനുണ്ടാവും ഒരു പദം. നമ്മളിവിടെ നിങ്ങൾ കടപ്പം പോയാൽ മണ്ണ് ഉറച്ചു ഈ തീരാണ്ടല്ല കടൽ തീരാൻ. അതിങ്ങനെ കയറിയിട്ട് വെള്ളം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടെ കാല് നനച്ച് നിൽക്കുന്നിടത്ത് നിന്നാൽ ചവിട്ടിയാൽ നമുക്ക് സാധാരണ ഒരു മിതമായ ഉറപ്പുണ്ട്. എല്ലാതും ഒരു പ്രത്യേക ഒരു ഇളക്കമുണ്ട്. ചളി ഇറങ്ങുമ്പോൾ ഒരിളക്കം. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന നാളെ കടൽ കൂടുന്നുണ്ട്. കടലിൽ കൂടുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒന്നിൻ്റെ ഒപ്പം ഒന്നാകുന്നില്ല. കടൽ ക്ഷോഭം വരുന്നുണ്ട്. കടലിന് ഒരു പ്രകൃതിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് നാളെ നോക്കിയിട്ട് പണിക്ക് പോകുന്ന എന്ന് നമ്മൾ സൂചന നമ്മളിലുള്ളവർക്കെല്ലാം പോകും. അത് തീർച്ചയായിട്ടും അനുഭവമാണ്. അത്
100% അനുഭവമാണ് ആ പറഞ്ഞത്. അങ്ങനെ ഒരു കാലാവസ്ഥയെ പറ്റി പറയാനുണ്ടെങ്കിൽ നമ്മൾ പല പ്രാവശ്യവും ഞാൻ കാലാവസ്ഥ മോശമായിട്ട് കടലിൽ പോയിട്ട് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീൻ ഒഴിവാക്കിയിട്ട് തോണി കരക്കെത്തിച്ചു. നമ്മളിപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നെറുവിൽ നമ്മുടെ മൂറാവിൽ നിന്ന് ഒരു ഇടിവെട്ടിയിട്ടൊരു മിന്നലുണ്ട്, ടെക്കും വന്നൊരു മിന്നൽ. അന്നേരം മനസ്സിലായിക്കൊള്ളണം ഏതെങ്കിലും ഭാഗത്തിന് കോട് വരും. കോട് എന്ന് പറഞ്ഞാൽ കാറ്റും മഴയും വരും. നമുക്ക് താങ്ങാൻ പറ്റാത്ത കാറ്റും മഴയും നമുക്ക് അനുഭവപ്പെടും, അപകടമാവും, വേഗം കരക്കെത്തിക്കും. അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്ക് കാറ്റും മഴയും കണ്ണ് തുറക്കാൻ കഴിയാത്ത കാറ്റും മഴയും ഇടിയും മിന്നലുണ്ടായി. ഇതിൻ്റെ സൂചന അതാണ്. പിന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കിഴക്ക് നമ്മളെന്താണ് പറയുക, കരവെള്ളം എന്നാണ് പറയുക. കരയിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് കടലിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന് കരവെള്ളം എന്നാണ് പറയുക. അപ്പം കടലിൽ നമ്മളിപ്പം എത്തിക്കഴിഞ്ഞാൽ കരയിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന വെള്ളത്തിന് കരവെള്ളം എന്ന് പറയും, കരനീരെന്നാണ് പറയുക. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന വെള്ളത്തിന് പൊറാനീരെന്നാണ് പറയുക. പൊറാനീര്, പുറത്തുനിന്ന് വരുന്ന നീരെന്നാണ് പറയുക. കരനീര്, പുറനീര്, വടക്കൻ നീര്, തെക്കൻ നീര്, വടക്ക് കരനീര്, തെക്ക് കരനീര്, തെക്ക് പടിഞ്ഞാറ് നീര്, തെങ്ങര നീര്, ചെമ്പ്രായിൽ നീര്, വടവട്ട നീര്. അങ്ങനെ ഒരു 8 തരം നീരുകളുണ്ട്. അത് നമുക്ക് ഈ ചരിഞ്ഞ് വരുന്ന നീര് അതെല്ലാം നമുക്ക് കടലിൽ പോയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൽ അപകടകാരിയായ നീര് ഏതെന്ന് പറഞ്ഞാൽ തെക്ക് കരനീരാണ്. ബാക്കി ഏത് നീര് വന്നാലും നമ്മൾ കടലിൽ പണിയെടുത്തുകൊണ്ട് പേടിക്കണം, ബാക്കിയുള്ളത് പേടിച്ചാൽ മതി. തെക്ക് കരനീര് വരുമ്പോൾ പറയും എടാ കടൽ കൂടുന്ന കോട് വരുന്ന കാറ്റും മഴയും വരുന്ന നീരാണിത് വെള്ളം കൊണ്ടുവരുന്നത്. അങ്ങനെ കാറ്റും മഴയും വരുന്ന വെള്ളം പെട്ടെന്ന് കടലിന് ഇങ്ങനെയുള്ള ഒഴുക്ക് പെട്ടെന്ന് മാറി ഇങ്ങനെ വരുന്ന ഒഴുക്ക്. ഒരു പ്രാവശ്യം എൻ്റെ ഏട്ടൻ ഞങ്ങളെല്ലാം പണിയെടുത്തുകൊണ്ടിരുന്നില്ല, കടല് നീര് മാറിയില്ല, വേഗം വല പൊന്തിക്കുന്നതാണ്. വല കൊള്ളുന്ന പറയാം. നിങ്ങൾ വല പൊന്തിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. വല കൊള്ളു തോണിയിലാക്കി 2 ഓടൊന്ന് വേഗം പെട്ടെന്ന് കരക്കെത്തിച്ചോ. മിഷനില്ല, തണ്ടോലിക്കാൻ വേഗം എത്തിച്ചോ. ഇല്ല ഇവിടെ എത്തിയിട്ടില്ല, ഞങ്ങൾ എത്തിയിട്ടില്ല. കടൽ പെട്ടെന്ന് കൂടി ഒരു ഓടം മറിഞ്ഞ് നമ്മൾ രഘുവേട്ടൻ്റെ ഓട്ടം ശ്രമിച്ചു. നമ്മൾ രഘുവേട്ടൻ്റെ ഓട്ടം ശ്രമിച്ചു. രഘുവേട്ടൻ വെള്ളത്തിലാണ്ട് രഘുവേട്ടൻ ആരോ പിടിച്ച് അങ്ങനെ ഒരുപാട് തോണി മറിഞ്ഞ് നമ്മളെല്ലാം എങ്ങനെ രക്ഷപ്പെട്ടു. അന്നേരം പോകുന്നേരോ നല്ല ശാന്തത വേണം കടലാണ്. സെക്കൻഡ് വെച്ച് അത് ഈ വെള്ളത്തിന് തെങ്ങരക്കര ഇരുന്ന ഇത് പണ്ട് മീൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിപ്പം തോണി ചൂടപ്പണിയല്ലേ, ഞാൻ ബാക്കിയുള്ള കാര്യമാണ് പറയുന്നത്. ചൂടപ്പണിക്ക് പണ്ടത്തെ കാട്ടിയും സുഖമുള്ള പണി ഇപ്പോഴാണ്. അന്നെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഒരു തോണി ഉന്തിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് മീൻ കിട്ടി വളരെ കുറഞ്ഞ കാശിന് വീര്യമുണ്ടെന്ന്. എങ്കിലും ഇന്ന് അതല്ല. ഇന്ന് നമ്മൾ മെഷീൻ വെച്ച് തോണി ചൂണ്ടയും കൊണ്ട് പോകാം. പല സ്ഥലത്തും നമുക്ക് ഇങ്ങനെ കറങ്ങി വരാം. ഈ പറഞ്ഞ കപ്പലെടുത്തെല്ലാം പോകണമെങ്കിൽ നമുക്കൊരു 1/2 മണിക്കൂർ, അതായത് 1/4 മണിക്കൂർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തരാം. 1 മണിക്കൂറുണ്ട് റെഡിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തരാം. 1 ലിറ്റർ പെട്രോൾ മാത്രം ചിലവാക്കിയാൽ 8 ലിറ്റർ. പണ്ട് അങ്ങനല്ല. പണ്ട് നമ്മൾ തുഴങ്ങാൽ കുറച്ച് തുറന്ന് കൈകാടുന്നു അകത്ത് അപ്പോൾ അവിടെ കൊണ്ടേ പണ്ട് കിട്ടിക്കൊണ്ടത് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ പുറത്തുള്ള മീൻ മാത്രമേ നമ്മൾ കാണൂ. വലക്കാരെന്ന് പറഞ്ഞാൽ വലക്കാർ ചാർന്ന സമയത്ത് പോകും. പണ്ട് 90% പണി വലക്കാരെ പണിയാണ്. വലക്കാരെന്ന് പറഞ്ഞാൽ 8-16 ആൾ കയറുന്ന കൂട്ടമായിട്ടുള്ള പണിയാണ്. വല പെയ്തിട്ട് ഇങ്ങനെ പോയി നിൽക്കുന്നതാണ്, കൂട്ടത്തോട് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ കാണാം മീനിനെ. ഇത് മത്തിയാണ്, ഇത് അയിലാണ്, ഇത് ചെമ്പാനാണ്, ഇത് കൊയലയാണ്, ഇത് ചെരണ്ടിയാണ്, ഇത് അയക്കൂറാണ്. അങ്ങനെ മീനിനെ തിരിച്ചെടുത്തുകൊണ്ടുള്ള പണിയെടുക്കുന്ന കാലഘട്ടമാണ് വലക്കാരാക്കുന്നത്. അതിനനുസരിച്ചുള്ള വലയും ഉണ്ടാവും. ഇപ്പോൾ മത്തി അയില ഇതിനെല്ലാം നമ്മൾ സാധാരണ വലമുണ്ട്. അല്ലാണ്ട് അയക്കൂറ അല്ല തെരണ്ടിയ അതിന് ഏട്ട മുല്യ തടിച്ചത് വക്കുവല അങ്ങനെയുള്ള മീനനുസരിച്ചുള്ള വലകൾ ഉള്ള കാലഘട്ടമാണ് അന്ന്. അപ്പോൾ ഇന്ന് അതല്ല. അന്നും ശരിക്കും മീനെ നമ്മൾ കാണുക, കിട്ടുന്നത് കിട്ടി, അത്രേ ഉള്ളൂ.
ഇന്നതല്ല. ഇന്ന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ മെഷീൻ, നമ്മളെ എക്കോ, നമ്മളെ TV, ഇത് ബട്ടൺ അമർത്തിയാൽ നമ്മൾ പോകുന്നേരം നമ്മൾ എത്ര ആഴക്കടലിൽ പോകുന്നവരും എത്ര കരക്കടലിൽ പോകുന്നവരും ഇത് അമർത്തിക്ക് നമ്മൾ കാണുക. മത്തി ഇതാകെ കാണാം. ആ മത്തിക്ക് കണക്കായിട്ട് ഒരു കളറുണ്ടാകും. മത്തിക്ക് ഒരു ചുവപ്പ് കട്ട. ആ ചുവപ്പ് കട്ട വന്ന് അന്നേരം മത്തിയാൽ മനസ്സിലാക്കും എല്ലാവരും കുടിക്കും. അപ്പോൾ നമ്മൾ ബീഞ്ചുമേൽ കുടിക്കും. ലൈലൻഡ് ഇപ്പോഴത്തെ നമ്മളെ ലോറിൻ്റെ ലൈലൻഡ് ഇഞ്ചിനാണ് ഇപ്പോൾ നമ്മളെ ബീഞ്ചിൽ പിടിക്കുന്നത്. അതങ്ങ് വട്ടമർത്തി കമ്പയിൽ കൂടി നമ്മൾ പോകണം. മുമ്പ് നമ്മൾ ഇവർ വന്നിട്ട് പുറംകടലിൽ നിന്ന് കപ്പക്കാർ വന്ന് മീൻ പിടിക്കുന്നത് നമ്മൾ ഇങ്ങനെ അതിശയപ്പെട്ട് നോക്കി ഒരു കാലം. അതേ സിസ്റ്റമാണ്. ആ അപ്പോൾ ഇത് എല്ലാവരുടെ അടുത്ത് ആയി നോക്കുമ്പോൾ അത് കാണാനും കുറവ്, വേറെ നേരം ഇത് കൂട്ടത്തോടെ പോകും. അപ്പോൾ ഇന്നലെ ഞാൻ തന്നെ പിന്നെ 1-2 കൂട്ടർക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപ മത്തിയ നന്നായിട്ട് കയറും. എല്ലാവരും കിട്ടിയില്ല. അതേപോലെ തന്നെ കുറേ ദിവസം ഒന്നും ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഈ സാധനം ടിവിയും വെച്ചിട്ട് ഇഞ്ചിനങ്ങ് ഓടിക്കും. ഇതിൻ്റെ അതിൻ്റെ ആളുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് വെക്കും. അപ്പോൾ നീ കാണുന്നതിന് പെട്ടെന്ന് അറിയും. അപ്പോൾ ഒന്ന് ഓഫാക്കി ഇഞ്ചിൻ സ്പീഡ് കുറച്ച്. അപ്പോൾ ഇവൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ തോണി ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഇറങ്ങിക്കോന്ന്. അപ്പോൾ കുട്ടി ഇറങ്ങാനാവും. അപ്പോൾ ഒരു തെല്ല് അരക്കുക, തെല്ലരക്കും ഒറ്റ റാവത്തല. റാ പറഞ്ഞാൽ നമ്മുടെ മലയാള അക്ഷരം റാ. ആ റാ വെച്ച് ആദ്യം ഇളക്കി കുട്ടിനെയും കുടിക്കുക. അവൻ ഭക്ഷണത്തായി, അവൻ നമ്മളെ വല്ല അകത്തായി. അത് നമ്മൾ. പക്ഷെ ഇതിനെല്ലാം ഉപരി ഇതിനെ നശിപ്പിക്കുന്ന നമ്മളെ വലയും തോണിയും നമ്മളെ വലയും നമ്മളെ ജോലിനെല്ലാം മടുപ്പ് വരുത്തിക്കുന്ന ഒരു സാധനമുണ്ട്, കടൽപ്പന്നി. അവനെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കയറിക്കഴിഞ്ഞാൽ, മീൻ കയറിക്കഴിഞ്ഞാൽ അവൻ വല്ല താഴെ കൊണ്ട് പോയിട്ട് അതിനെ കട്ടിച്ച് കീറി വായി തുറന്ന് വെച്ചു. എടിയില്ലേ? അപ്പോൾ ഒരു 10-50 കീറ്റെന്ന് ഞങ്ങൾ പറയാം. കീറാകുമ്പോൾ ഇത് മീനെല്ലാം കടൽപ്പന്നി കടന്ന് എടിയെന്നാണ് ഞങ്ങൾ പറയും. അപ്പോൾ പിന്നെ ആളുകൾക്ക് വിചാരോ ഏടി വന്നു അങ്ങനെ നമ്മൾ നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിച്ച് പല തൂണിലാക്കി കൊണ്ടാന്ന് 2ാമത് കഷ്ണം വെക്കണം. എന്നിട്ടാണ് പിന്നെ പണിക്ക് പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു സുഖത്തിനൊരു പിന്നാലെ ഒരു ദുഃഖം ഉണ്ടാകുന്ന പറഞ്ഞില്ലേ, കടൽ ഇങ്ങനത്തെ കൊണ്ട് ചില കാര്യങ്ങളാണ്. ഇപ്പം തന്നെ ആ കടൽപ്പന്നി അടിച്ചിട്ട് തന്നെ ഇപ്പം 2 ദിവസമെല്ലാം പണിക്ക് പോകാത്തതുണ്ട്. അത് നന്നാക്കാണ്ട് പോയിട്ട് കാര്യമില്ല. 9 കൊല്ലം 10 കൊല്ലം നമ്മൾ കടലിൽ പോയതിന് ശേഷം നമ്മൾ 3/4 ഓഹരിയാകും. 3/4 ഒരു വലിയ ആൾക്കാരെ 3/4 പങ്ക് കിട്ടുന്നത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. എനിക്കെന്നല്ല, എന്നെപ്പോഴത്തെ കാലഘട്ടത്തിൽ കിട്ടും. അവിടെ നിന്ന് ഒരു 12 കൊല്ലം ആ 3/4 പങ്ക് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ അന്ന് ഈ തോണി പൊക്കിയെടുക്കലാണ്, ചുമലിൽ പൊക്കിയെടുക്കലാണ്, തണ്ട് വലിക്കലാണ്. മെഷീനില്ല, അന്നെല്ലാം തണ്ട് വലിക്കാണ്, വള്ളക്കാരെന്നാണ് പറയുക. അപ്പം നമ്മൾ ശരിക്ക് അത് 3 ആൾ ഒരു തോണി, ഒരു പുറം 12 ആൾ ഒരു തോണീൻ്റെ തലവെള്ളത്തിൻ്റെ ആ ഭാഗം 3 ആൾ, ഈ ഭാഗം 3 ആൾ, ആ ഭാഗം ഈ ഭാഗം, അങ്ങനെ 3 ആൾ കൂടിയിട്ട് ഒന്നിച്ച് കൊണ്ടിട്ട് തോണി വെള്ളത്തിൽ വെക്കണം. അതേപോലെ തന്നെ പണി കഴിഞ്ഞ് വരുന്നേരം പൊന്നിച്ചുകൊണ്ട് വെക്കണം. മരത്തിൻ്റെ തോണി. അതിനുള്ള ഇതുണ്ട്, തോണിക്കുള്ള തുളയും മുക്കാൻ തുളന്നെല്ലാം പറയാം. അപ്പോൾ അങ്ങനെ പൊന്തിച്ച് വെക്കാനുള്ള ഒരു ഇത് ശക്തിയും ഒരു വലിപ്പവും വെച്ച് കഴിഞ്ഞാൽ മുക്കാൽ പോയി ക്ലിയർ ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഈ നാടൻ ഭാഷയിൽ പറയൂ, ഓണി ഒരു 3/4 ഓഹരിയൊന്നും കൊടുക്കാനായിട്ടില്ല, അതെല്ലാം ഒരു ജാതി കളി കളിക്കുന്നു, അതിനൊന്നും ആയിട്ടില്ല. അന്നത്തെ രീതി അങ്ങനെ. അവിടെ നിന്ന് 10-12 കൊല്ലം നമ്മൾ 2 കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള ഒരു ഓഹരിൻ്റെ ആളാകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എന്താണ് നമ്മളെ ഈ സ്ഥാപനത്തിൽ എന്തെല്ലാം വേണം, എന്ത് ചെയ്യാൻ പറ്റും, എന്തിന് റിപ്പയറുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ചെയ്തിരിക്കണം. എങ്കിൽ അവനിക്കൊരു ഓരി പ്രഖ്യാപിക്കും. അത് ഓരോരി പ്രഖ്യാപിക്കുന്ന നാട്ടിലുള്ള പ്രായം ഉള്ളവർ നമ്മളെ ഈ അന്ന് ഈ കിടങ്ങും ഇതൊന്നും ഇല്ലാതെ തരിശ ഭൂമിയാണ് ഇവിടെ. ആ ഭൂമിയിൽ ഇരുന്നിട്ട് വൈകുന്നേരം ഈ സമയത്ത് വൈകുന്നേരം ചുറ്റളവിൽ ഇരുന്നിട്ട്
എൻ്റെ അഡ്രസ്സ് കഞ്ഞിപ്പുരയിൽ നിന്നാണ്. ഞാൻ താമസിക്കുന്ന കാട്ടുവളക്കും കഞ്ഞിപ്പുരയിൽ നിന്ന് പറയും. കഞ്ഞിപ്പുരയിൽ വീണ് നമുക്ക് ഒരു ഓയിൽ പിടിക്കണം എന്ന് പ്രായമുള്ളവർ ഇങ്ങനെ ആലോചിക്കും. അതിന് മാത്രമേ ആയിരുന്നില്ലാണ്. അപ്പോൾ നമ്മളെ തോണി കയറിയ അനുഭവങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. പ്രായമുള്ള അവൻ തിരക്കില്ല, അവന് കടൽ പണി എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളെ കടലിൽ മീൻ പിടിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിലെല്ലാം അവന് മുൻകൈ എടുക്കുന്നുണ്ട്. അവനക്കറിയാം, അവനതിന് പ്രാപ്തി ഉള്ള ആളാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ഓയിൽ വിൽക്കണം. അങ്ങനെ അവിടുന്ന് ഒരു ഓയിൽ വിൽക്കാൻ വേണ്ടി പ്രഖ്യാപിക്കണം. ഒരു ഡേറ്റ് വെക്കുക, ഒരു തീയതി വെക്കുക. ആ തീയതി വെക്കുമ്പോൾ പറയും, വേണം എനിക്ക് ഇന്ന ദിവസം ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് എനിക്കൊരു ഓരി വിരിക്കുന്നുണ്ട്. ആ ഓരി വിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്ന പ്രായമുള്ളവർക്ക് ചായയും ബാല്യമൊക്കെ ആയിരിക്കും അവല് കോശം കൊടുക്കണം. അതിന് നീ ആ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ആ വീട്ടുകാരെടുത്ത് കൊടുക്കണം. ഇതാണ് അന്നത്തെ ഓഹരി വിരിക്കൽ. അന്നത്തെ കടലപ്പണിൻ്റെ ഓഹരി വിരിക്കലിൻ്റെ മുഖ്യ കാരണം എന്താണ്? ഇന്നതല്ല. ഇന്നൊരു ചെറിയ കയറിയിട്ടുണ്ടെങ്കിൽ വീണടനേക്ക് 1000 രൂപ കടന്നു കിട്ടുന്നു. ആ ചെറിയവനിക്ക് 1000. ചെറിയവൻ എന്താ എങ്ങനെ ഏതാ പണിയെടുക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം. മതിയെ കുടുംബം കഴിയാനല്ലേ പോട്ടെ എന്ന് കണ്ട് കൊടുക്കുകയാണ്. പക്ഷെ പണിയോ അന്നത്തെ മാതിരി തന്നെ പണി ഇന്നുണ്ട്. എടുക്കുന്നവനിക്ക് ഇന്നുണ്ട് പണി. അതാണ് കടൽ പണിൻ്റെ ചില വ്യത്യാസങ്ങൾ. കടൽ പണിൻ്റെ ഇടയിൽ സ്വന്തം ബാപ്പയും മോനും അച്ഛനും മോനും ഇല്ലാത്ത ഒരു രീതിയാണ് പണി. അത് പണിൻ്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള വേർപ്പം ദേശം.